ഈ കാലഘട്ടത്തിൽ നമ്മൾ മാറിപ്പോകുന്നു. എനിക്ക് മരണമില്ല എന്നതിന്റെ പ്രവചനം അന്വർത്ഥമാക്കിയ വയലാറിന്റെ വിവിധ തലങ്ങളെ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച, മനുഷ്യത്വത്തെ സ്നേഹിച്ച, സാധാരണ മനുഷ്യന് വേണ്ടി പാടിയ ആ വലിയ കവിയെ സാഹിത്യാസ്വാദകർക്ക് മുമ്പിൽ അവതരിപ്പിച്ച രണ്ട് മഹാധനന്മാർ, ശ്രീ അജയൻ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സുഹാസിനി ടീച്ചർ. കാമിന്റെ 19ാം വാർഷികത്തിൽ വിലപ്പെട്ട സമയത്തെ ഞങ്ങൾക്ക് ഒതുക്കിത്തന്ന് പല വിലമതിക്കാനാവാത്ത സംഗതികളെയും നമ്മുടെ മുമ്പിൽ തുറന്നുവെച്ച ആ മനുഷ്യസ്നേഹികളോട് എന്ന് തന്നെ ഞാൻ പറയട്ടെ. കാരണം അവരുടെ വാചകങ്ങളിൽ മുഴുവൻ മനുഷ്യസ്നേഹത്തിന്റെ ആഹ്വാനം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എങ്ങനെ നോക്കിയാലും വയലാറിനെപ്പറ്റി ഒരു അവതരണം നടത്താൻ തികച്ചും അനുയോജ്യരാണ് തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് അവർ ഈ രംഗത്ത് നിന്ന് നിഷ്ക്രമിക്കുകയാണ് ഉണ്ടായത്. നാട്ടിലെ ദൈവങ്ങൾക്ക് നേർച്ച നേർന്നുകൊണ്ടവൾ തോട്ടിലെ വെള്ളം മുക്കി കുടിച്ചു പലവട്ടം. വയലാറിന് ദൈവത്തോടുള്ള സങ്കല്പം, സമീപനം അതായിരുന്നു. അജയൻ മാസ്റ്ററുടെയും സുഹാസിനി ടീച്ചറുടെയും പ്രഭാഷണങ്ങളിൽ ദൈവത്തെക്കാളധികം, ആൾദൈവങ്ങളെക്കാളധികം മനുഷ്യനെ സ്നേഹിച്ച വയലാറിനെയാണ് അവർ രണ്ടുപേരും സ്നേഹിച്ചത്. അവർ നമുക്ക് തെളിച്ചിട്ട് തന്ന വഴിയിലൂടെ നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാൻ ഇവിടെ നിന്ന് നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം. അടുത്തവന്റെ കണ്ണുനീരിൽ ഒരൽപ്പമെങ്കിലും പങ്കുചേരാൻ, അവന്റെ വേദനയിൽ പങ്കുചേരുന്നത് ഒരു സായുജ്യമാക്കാൻ, ജന്മസായുജ്യമാക്കാൻ ഇവിടെ നിന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്നേഹത്തിന്റെ, സഹതാപത്തിന്റെ മേഖലയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയ ശ്രീ അജയൻ മാസ്റ്ററോടും സുഹാസിനി ടീച്ചറോടുമുള്ള എന്റെ അഗൈതവമായ നന്ദി. അവർ നമ്മുടെ മുമ്പിലുണ്ടാക്കിയ സാഹിത്യത്തിന്റെ മനോഹര സൌധത്തിലേക്ക് തികഞ്ഞ തുറന്ന ഹൃദയത്തോടെ കടന്നുവന്ന നിങ്ങൾ സഹൃദയരോട് സംഘടനയുടെ പേരിൽ, എന്റെ സ്വന്തം പേരിൽ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരൽപ്പം ഇടം കടം ചോദിച്ചുകൊണ്ട് തുടർന്നു വരുന്ന പരിപാടികളിലേക്ക് സ്വാഗതം. നന്ദി.